നമസ്കാരം. വി ഡി ബിൻഡോയ. പ്രിയമുള്ളവരെ, കേരളത്തിൽ ഒരു ഭരണമുണ്ട് എന്ന് ജനങ്ങൾക്ക് തോന്നാൻ തുടങ്ങിയ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ എന്ന് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം കഴിഞ്ഞ 10 വർഷ കാലഘട്ടം ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചുകൊണ്ടിരുന്നതിൻ്റെ അനന്തരഫലമായിട്ട് ഈ കേരളം എന്ന് പറയുന്നത് ഒരു മയക്കുമരുന്ന് മാഫിയകളുടെ, ലഹരി മാഫിയകളുടെ ഒരു ഹബ്ബായി കേരളത്തെ മാറ്റിയിരിക്കുന്നു എന്ന് നിരവധി തവണ ഇവിടെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചതാണ്. ഇപ്പോൾ നമുക്ക് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് നമ്മെ ഉത്കണ്ഠപ്പെടുത്തുന്നതിലുപരി ഭയപ്പെടുത്തുകയും കൂടി ചെയ്യുന്ന ഒരവസ്ഥയാണ്. നമുക്കറിയാം, കേരളത്തിൽ മയക്കുമരുന്നിനെ ഉപയോഗിച്ച് നൂറുകണക്കിന് ചെറുപ്പക്കാർ അവരുടെ ചിന്താശേഷി മരവിച്ച് സ്വന്തം അച്ഛനെ ക്രൂരമായി ആക്രമിക്കുന്നു, അധ്യാപകൻ്റെ ഇടനെഞ്ച് ഇടിച്ച് പൊളിക്കുന്നു, സ്വന്തം പെറ്റമ്മയുടെ കഴുത്ത് മുറിച്ചു മാറ്റുന്നു. ഇങ്ങനെ ക്രൂരമായ പ്രവർത്തനങ്ങളെല്ലാം ഈ കേരളത്തിൽ കാണുകയാണ്. ഇതിനെതിരെ മന്ത്രിയാവുന്നതിന് മുമ്പ് തന്നെ ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ലഹരിക്കെതിരെയുള്ള ശക്തമായ പോരാട്ടം ഈ സമൂഹത്തിൽ തുടങ്ങി വച്ചിരുന്നു എന്നുള്ളത് ഒരു വസ്തുതാപരമായ കാര്യമാണ്. എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത്? ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും, കാസർഗോഡ് ജില്ലയിൽ ഒരു മയക്കുമരുന്ന് മിഠായി ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി കാസർഗോഡ് ജില്ലയിൽ പോലീസ് പിടിച്ചിരിക്കുന്നു. ലക്ഷക്കണക്കിന് മിഠായികൾ, വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ മിഠായികൾ, കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി കരുതി വെച്ച മിഠായികളാണ് പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ മിഠായികൾ. പ്രിയപ്പെട്ടവരെ, ഈ കേരളം ഒരു മയക്കുമരുന്ന് ഹബ്ബായി മാറിയിരിക്കുന്നു. കുട്ടികളെയാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനെ തുരത്തുന്നതിന് സാധാരണ ജനങ്ങളുടെ, പൊതുജനങ്ങളുടെ പിന്തുണ കൂടിയേ തീരൂ. MDMA പോലെയുള്ള മാരകമായിരിക്കുന്ന രാസലഹരികൾ ഇപ്പോൾ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയ തോതിലല്ല, ഏകദേശം 2 കോടി 3 കോടി രൂപയുടെയൊക്കെ മയക്കുമരുന്ന് പിടിക്കുന്നു എന്ന് വന്നാൽ, കഴിഞ്ഞ ദിവസം കൊണ്ടോട്ടിയിൽ നിന്ന് പിടിച്ചത് ഏകദേശം 18 കോടി രൂപയുടെ മയക്കുമരുന്നാണ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. ഈ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നോർത്തുകൊണ്ട്. അതുകൊണ്ട് തുഫാൻ പോലെയുള്ള ഈ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ജിയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകാൻ കേരളത്തിലെ പൊതുസമൂഹം തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു.